മിസ്റ്റർ രാമേന്ദ്രൻ, ഹരിയാനയിലെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി രൂപം കൊണ്ടു. അവിടുത്തെ ഗവൺമെൻറ് ന്യൂനപക്ഷമായി. സ്വതന്ത്രന്മാർ ആയ 3 MLA-മാർ BJP സർക്കാരിന് നൽകി വന്നിരുന്ന പിന്തുണ പിൻവലിച്ച് അവർ കോൺഗ്രസ് പാളയത്തിലെത്തി. ഈ വർഷം അവസാനം അവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ മാസം 25-ാം തീയതി ഹരിയാനയിലെ 10 പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇലക്ഷൻ ആണ്. ഈ സാഹചര്യത്തിൽ ഇത് BJPക്ക് ഒരു തിരിച്ചടിയാണോ? എനിക്കത് BJPക്ക് തിരിച്ചടിയാണെന്ന് തോന്നുന്നില്ല. ഒരു പ്രശ്നമുണ്ട് എന്ന് തോന്നിയിട്ടാണ് ഈ മറ്റേ ഖട്ടറിനെ മാറ്റിയിട്ട്, മുഖ്യമന്ത്രിയായിരുന്ന ഖട്ടറിനെ മാറ്റിയിട്ട് മാർച്ചിൽ ഈ സൈനിയെ മുഖ്യമന്ത്രിയായിട്ട് തിരഞ്ഞെടുത്തത്. അത് ഈ സാമുദായിക സമവാക്യമൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരുന്നു. ഈ ജാട്ടുകളുടെ ക്ഷോഭവും അതൊക്കെ മാറ്റിവെക്കാനായിട്ട് ആണ് ഈ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ നിന്നുള്ള ഈ സൈനിയെ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നാക്ക വോട്ടുകളും ഒക്കെ നോക്കി അതൊക്കെ മാനേജ് ചെയ്യാനൊക്കെയാണ്. ഇപ്പം 3 പേര് പിൻവലിച്ചു. തുലാസിൽ എന്നൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. പക്ഷേ ഈ തുലാസ് നന്നായിട്ട് വായിച്ചാൽ തന്നെ അറിയാം, അവിടെ ഈ ദുഷ്യന്ത് ചൗട്ടാലയുടെ JJP 10 MLA-മാരുണ്ട് അവർക്ക്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ വിശ്വാസപ്രമേയ വോട്ടെടുപ്പിൻ്റെ സമയത്ത് അതിൽ ആ 10 പേരിൽ 3 പേര് മറ്റേ ഹാജരായില്ല. അപ്പോൾ അവരെ BJP കൈകാര്യം ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞ് വോട്ടെടുപ്പിൻ്റെ സമയത്ത് ഈ കൂറുമാറ്റ നിയമമൊക്കെ ഉള്ളതുകൊണ്ട് അവർ ഹാജരായിട്ടും മിണ്ടാതിരുന്നു. തലേന്ന് ഈ നിലപാടുമൊക്കെ എടുത്തിട്ട് ഹാജരാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വോട്ടെടുപ്പിൻ്റെ സമയത്ത് വന്നു, എന്നിട്ട് പോയി അവർ പങ്കെടുക്കാതെ. ജനനായക പാർട്ടി അവർക്ക് വിപ്പൊന്നും കൊടുത്തിട്ടില്ല. അതെ. അപ്പോൾ അങ്ങനെ ഉള്ള 3-4 പേര് ഈ എനിക്ക് തോന്നുന്ന JJP സ്പ്ലിറ്റ് ചെയ്യാനാണ് സാധ്യത എന്ന് തോന്നുന്നു. പിന്നെ ഗവർണർ ബണ്ടാരു ദത്താത്രേയ അത്യാവശ്യം നല്ല BJP-കാരനും ഒക്കെയാണ്. ഇത് തന്നെ. അപ്പോൾ വേണ്ട രീതിയിലൊക്കെ ആയിരിക്കും അവിടെ സംഗതികൾ പോകുന്നത്. ഇപ്പം 40 പേര് BJPക്കുണ്ട്. കോൺഗ്രസിന് 30 പേരുണ്ട്. 2 സഹോദരന്മാരുടെ ഈ കോൺഗ്രസിന് ഇപ്പോൾ ദുഷ്യന്ത് ചൗട്ടാല പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന്, ഭൂപേന്ദർ ഹുഡയ്ക്ക്. അപ്പോൾ അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചാൽ തന്നെയും ഈ 10 പേരുടെ പിന്തുണ എന്നും പറഞ്ഞ് 40 സീറ്റ് നമ്മൾ കണക്കാക്കിയാൽ അത് ശരിയാകണം എന്നില്ല. എന്തുകൊണ്ട്? പിളർപ്പുണ്ടാകാം. JJP നേരത്തെ തന്നെ 3 പേരുടെ ഒരു സംശയം ഉണ്ടല്ലോ. ആ 3 പേരെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ പിന്നെ ഒരു MLA ഉണ്ട്, മേഹം എന്ന് പറഞ്ഞ സ്ഥലം ഓർക്കുന്നില്ലേ? പണ്ട് ചൗട്ടാല ആരെയൊക്കെയോ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറയുന്ന മേഹം എന്ന് പറഞ്ഞിട്ട് മേഹത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഞാൻ നിരന്തരം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു ഈ മേഹത്തിലേക്ക് ഒരു കാലത്ത്. ഈ ദേവിലാലും ഓം പ്രകാശ് ചൗട്ടാലയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ ബൽരാജ് കുണ്ടു എന്ന് പറഞ്ഞിട്ട് മേഹമിൽ നിന്നൊരു ഇൻഡിപെൻഡൻ്റ് MLA ഉണ്ട്. അയാൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ 4 പേരുടെ ഭൂരിപക്ഷം ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് BJPക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും 6 മാസത്തെ കാലയളവിനുള്ളിൽ ഒരു അവിശ്വാസ പ്രമേയം വരാൻ പറ്റില്ല. അതില്ല, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 25-ാം തീയതിയിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുകയാണ് അവിടെ. അപ്പോൾ അതിനുള്ളിൽ ഈ ഗവൺമെൻറ്റിന് ഒരു അട്ടിമറിയും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. മാത്രമല്ല ഈ രാജിവെക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ന് ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളൂ. ഈ ദുഷ്യന്ത് ചൗതാലയുടെ പാർട്ടി പിന്തുണ പിൻവലിച്ചത് അന്ന് കർഷക സമരത്തെ തുടർന്നായിരുന്നു. അപ്പോൾ കർഷക സമരം ഇപ്പോൾ പിക്ചറിലില്ല. കർഷക സമരം സുജാതന് ഒരു ന്യായമായിട്ട് പറയുന്നു എന്ന് മാത്രമല്ലേ ഉള്ളൂ. വേറെ പരിപാടികൾ നടന്നു കാണുമല്ലോ അണിയറയിൽ. അതെ. അപ്പോൾ അറ്റ് പ്രസൻറ്റ് ഹരിയാനയിൽ ഈ ഒരു ന്യൂനപക്ഷ സർക്കാരായി എന്ന് എണ്ണം കൊണ്ട് പറഞ്ഞാലും അതിൻ്റെ എഫക്റ്റീവ് തലത്തിൽ ഫലപ്രദമായി അത് മുന്നോട്ട് പോകില്ല. അത് ന്യൂനപക്ഷ സർക്കാരായിരിക്കെ തന്നെ കോൺഗ്രസ് ഒരു സർക്കാർ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. 46 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. ഇല്ലല്ലോ, കാരണം അവർക്ക് 30 പേരല്ലേ ഉള്ളൂ. ഈ മറ്റേ JJPയുടെ 10 പേരെ കിട്ടിയാലേ 40 ആകുന്നുള്ളൂ. അത് കിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്.
അതിൽ തന്നെ 3 പേര് ഇപ്പോൾ തന്നെ ഹാജരാകാതിരിക്കുന്നു. ആ അപ്പം പിന്നെ ഹാജരായി എന്നും പറയാം, ഹാജരായില്ല എന്നും പറയാം. ഇളകി നിൽക്കുന്ന ആളുകളുണ്ട്. വേറൊരു MLA ബൽരാജ് കുണ്ടുവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, മേഹം എന്നുള്ള MLA. ഇതിൽ ഈ ആം ആദ്മി പാർട്ടിയുടെ എന്തെങ്കിലും റോള് ഉണ്ടോ? ഒന്ന് അരവിന്ദ് കെജ്രിവാൾ ഒരു ഹരിയാന നേറ്റീവ് ആണല്ലോ. അതെ. അപ്പം അദ്ദേഹം ജയിലിൽ കിടക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രാഷ്ട്രീയ അടിയൊഴുക്ക് ഇതിനകത്തുണ്ട്? അതിൻ്റെ അകത്ത് ഉണ്ടാകാൻ തള്ളിക്കളയാൻ പറ്റില്ല. അത് നമ്മൾ ഹരിയാന മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ പോരാ, പഞ്ചാബും കൂടി ആലോചിക്കേണ്ടി വരും. കാരണം ഈ കാശ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് പഞ്ചാബിൽ നിന്ന് മുഖ്യമന്ത്രി മാനേജ് ചെയ്യണം. അപ്പോൾ പഞ്ചാബ് ഹരിയാന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചണ്ഡീഗഡൊക്കെ കോമൺ ക്യാപിറ്റലൊക്കെ ആയിരുന്നില്ലേ? ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചണ്ഡീഗഡിൽ നിന്നായിരിക്കും ഈ ഓപ്പറേഷൻസ് നടക്കുക എന്ന് വേണം കരുതാൻ. അതേപ്പറ്റിയൊക്കെ കേന്ദ്രത്തിനുമൊക്കെ നല്ല ധാരണ കാണും. പക്ഷെ വേണ്ടത്ര ആളുകളെ കിട്ടിയിട്ടില്ല. BJP-യിൽ നിന്ന് ഒരാളെ അടർത്താൻ പറ്റിയിട്ടില്ലല്ലോ. BJP ആരും പോകില്ല. പക്ഷേ ഈ 10 സ്വതന്ത്രന്മാർ അല്ല 10 ഈ ദുഷ്യന്തിൻ്റെ പാർട്ടി അംഗങ്ങൾ, അതിൽ 3 പേര് ഇപ്പോൾ BJP-യോട് ഒരു അനുഭവം പ്രകടിപ്പിക്കുന്നവരാണ്. പിന്നെ 2 സ്വതന്ത്രന്മാർ ഓപ്പണായിട്ട് ഇപ്പോൾ BJP-യോടൊപ്പമാണ്. അപ്പോൾ അവർ 42 ആൾറെഡി ഉണ്ട്. അപ്പം 88 സീറ്റേ അവിടെ ഉള്ളൂ ഇപ്പോൾ. 42 ഓൾറെഡി ഉള്ളതിൽ ഇനി 3 കിട്ടിയാൽ പോരെ? 3 കിട്ടിയാൽ മതി. 3 കിട്ടിയാൽ ഗവൺമെൻറ് സേഫായി ഈ സ്വതന്ത്രന്മാർ. പക്ഷേ ആ 10 പേരിൽ അവർക്ക് കാലുമാറ്റ നിയമം ബാധകമാകുമോ? 3 പേര് മാറിയാൽ 4 പേര് മാറിയാൽ മതി. 4 പേര് മാറണം. അപ്പം 4 പേര് ഒരാളെയും കൂടെ സംഘടിപ്പിക്കുന്നതിലുള്ള തർക്കമായിരിക്കും ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ആളുമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടാവും എന്ന് വേണം കരുതാൻ. എന്തായാലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലാണിത്. അപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾക്കൊക്കെ പരിധിയുണ്ട്. ഏതായാലും പോളിംഗ് അവസാനിക്കുന്നവരെ കാര്യമായിട്ട് ഒരു മാറ്റവും അവിടെ നടക്കില്ല. എനിക്ക് തോന്നുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണല്ലോ അവിടെ, അത് ഈ അവസാനമാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും അവിടെ ഒരു മന്ത്രിസഭ വേണം എന്നുള്ളത് BJP-ക്ക് നിർബന്ധമാണ്. അതുകൊണ്ടാണ് മറ്റ് ഘട്ടറിനെ മാറ്റി സൈന്യം കൊണ്ടുവന്നത് തന്നെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും BJP മന്ത്രിസഭ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പുതിയ മുഖ്യമന്ത്രിയെ വെച്ചിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്തുകയാണല്ലോ അവരുടെ ലക്ഷ്യം. ഏതായാലും ഹരിയാന വിട്ട് കളിക്കാൻ ഏതായാലും കേന്ദ്ര ഗവൺമെൻറ് ആഗ്രഹിക്കത്തില്ല. അതിനെ നിലനിർത്തുവാനുള്ള എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും അവിടെ അവർ ചെയ്യും. പ്രത്യേകിച്ച് 25-ാം തീയതി ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ 10 ലോക്സഭാ സീറ്റ് നടക്കാനിരിക്കെ. ഇത് പിന്നെ ഈ നമ്മൾ ഡൽഹിയും പഞ്ചാബും കൂടി ചേർത്ത് വേണം. ഹരിയാന ഒരു ചെറിയ സ്ഥലമാണല്ലോ. അപ്പോൾ മറ്റേ നവീൻ ജിൻഡാൽ ഇപ്പോൾ BJP-യിൽ ചേർന്ന് കോൺഗ്രസിൽ നിന്ന് BJP ചേർന്നിട്ട് ഇപ്പോൾ MP ആയിട്ട് മത്സരിക്കുന്നൊക്കെ ഉണ്ട്. ഉടനെ തന്നെ സീറ്റും ഒക്കെ കൊടുത്തു. അപ്പോൾ ഹരിയാനയിലെയൊക്കെ ഒരുപാട് പ്രദേശങ്ങൾ ഈ ജിൻഡാലിൻ്റെ ഒക്കെ കയ്യിലാണ്. ജിൻഡാൽ ഇടപെട്ട് തന്നെ കഴിഞ്ഞാൽ തന്നെ തീരാവുന്ന കാര്യമാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാം ഈ റോഡിൻ്റെ 2 വശത്തും ഈ ജിൻഡാലിൻ്റെ പ്രോപ്പർട്ടികൾ കാണാം, അവരുടെ വ്യവസായ സ്ഥാപനങ്ങളും ഒക്കെ കാണാം. വരുന്ന ഒരു 24 മണിക്കൂറിനുള്ളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചണ്ഡീഗറിലെത്താം. അതിനാണുള്ള സാധ്യത. അതിന് വലിയ സാധ്യതയുണ്ട്. ഒന്ന്, അവിടെ അദ്ദേഹത്തിന് ഇലക്ഷൻ പ്രചരണത്തിന് പോകണം. പിന്നാലെ ഒരുപക്ഷെ പ്രൈം മിനിസ്റ്റർ പോലും ഹരിയാനയിലെത്തിയാൽ അത്ഭുതപ്പെടാനില്ല. അല്ല, അത് മാത്രമല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ 1-2 ദിവസത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് ബണ്ടാരു ദത്താത്രേയക്ക് കഴിയുമല്ലോ ഗവർണർ. ഇതൊരു ഗൗരവമുള്ള പ്രതിസന്ധിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വാർത്ത ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് മാത്രമേ. അത് ഇന്ത്യ മുന്നണിക്ക് താല്പര്യമുള്ളവർക്കും മറ്റേ അവരോട് താല്പര്യമുള്ള മാധ്യമങ്ങൾക്കും തുലാസിൽ നിന്ന് എഴുതാമെന്ന് മാത്രമേ ഉള്ളൂ. ആകെ 3 പേരുടെ കാര്യമാണല്ലോ. ആ 3 പേരുടെ കാര്യം നമ്മൾ പറഞ്ഞു. അത് ആദ്യമേ ഇൻട്രോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വാർത്ത ഉണ്ടാവില്ല. കാരണം JJP-യിൽ നിന്ന് 3 പേരോ ഇപ്പം തന്നെ ചാഞ്ചാടി നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്തയ്ക്ക് സ്കോപ്പില്ല. ഹരിയാനയിലെ ചായക്കോപ്പയിൽ കൊടുങ്കാറ്റ് എന്ന് നമ്മൾ ഇതിനെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അവിടെ ലസ്സി ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലം, നല്ല കറവയൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ക്ഷീരമുള്ള ഒരു അകിടും ചുവട്ടിലും
കൊതുകിന് ചോരയാണ് മാധ്യമങ്ങൾക്ക് കൗതുകം. അപ്പോൾ ഹരിയാന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി തീരും എന്നാണ് രാമേന്ദ്രൻ വിശ്വസിക്കുന്നത്. അതെ. അപ്പോൾ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു വലിയ പ്രശ്നം. ദേശീയ രാഷ്ട്രീയത്തിൽ ഹരിയാനയ്ക്ക് പ്രസക്തി ഇല്ലല്ലോ, പണ്ടും ഉണ്ടായിരുന്നില്ല. പഞ്ചാബ്, ഹരിയാന. നമുക്ക് പക്ഷേ ഹരിയാനയിൽ നിന്ന് പണ്ടൊരു ഗവർണർ വന്നിട്ടുണ്ട്, സ്വരൂപ് സിംഗ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. ഈ കാങ്ങാണോ? ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വലിയ സുഹൃത്തായിരുന്ന ഒരു പ്രൊഫസർ. അതാണ് പ്രൊഫസർ കാങ് ഇവിടെ ഗവർണറായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെയാണ് കേരളത്തിന് ഹരിയാനയായിട്ടുള്ള ബന്ധം. അപ്പോൾ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായതുകൊണ്ട് BJPക്ക് ക്ഷീണമായി എന്ന് തുടർച്ചയായിട്ട് പറയുന്ന കൂട്ടത്തിൽ അതിനൊരു ഉപോത്ബലകമായ ഒരു പോയിന്റ് കൂടെ കിട്ടി. അതല്ലെങ്കിൽ ഹരിയാന വലിയൊരു ചർച്ചയായിട്ട് വരേണ്ട കാര്യം സാധാരണഗതിയിൽ മാധ്യമങ്ങളിൽ നമ്മൾ കാണാറില്ല. കാരണം ഇത്ര സീറ്റേ ഉള്ളൂ അതിൻ്റെ അകത്തുനിന്ന്. ലോക്സഭ 10 സീറ്റേ ഉള്ളൂ, ചെറുതാണ്, അതിന് വലിയ പ്രാധാന്യമൊക്കെ ഇല്ല. പക്ഷേ വലിയ തോതിൽ ഈ 10 സീറ്റിൽ വലിയ തോതിലൊരു ഇതുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമൊക്കെ ഉണ്ട്, ആപ്പും ഒക്കെ ഉള്ളത് കൊണ്ടൊക്കെ. അതെ. എന്നാലും BJP വിരുദ്ധ വാർത്തകൾക്ക് പഞ്ഞമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.